ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതറിയില്ലാതെ അല്ലെങ്കിൽ എന്തെന്നാണെന്നോ സാധ്യത എന്താണെന്ന് അറിയാതെ വന്ന ആളാണ്. പക്ഷെ വന്നതിന് ശേഷം മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും നല്ലൊരു അവസരമാണ് ഫിജിക്കാർഡ് നിലനിന്ന് 9 റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം. ഫിജിക്കാർഡ് എന്നുള്ള ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ള ഓരോ ആളുകളെയും ഇന്ന് ഹൃദയത്തിൻ്റെ വർഷത്തിൽ ആദ്യമായിട്ട് ഇന്ന് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകളെ കൃത്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അത്യപൂർവമായ ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അവസരം കിട്ടിയത് കൊണ്ട് നമ്മൾ എവിടെ എത്തണം എന്നില്ല. കിട്ടിയ അവസരങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് വിജയിക്കുക. എന്നെ സംബന്ധിച്ചോളം ഒരു 21 വർഷക്കാലമായി മാർക്കറ്റിംഗ് ഫീൽഡിൽ, അതിൽ 4 വർഷക്കാലം ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നു. ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളും അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന എന്താ പറയുക നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ് ഫിജിക്കാർഡ് എന്നുള്ളത്. കാരണം വ്യക്തിപരമായിട്ട് നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സാമ്പത്തികപരമായിട്ട് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. വളരെ സാധാരണക്കാരായ ആളുകൾ ഈ ബിസിനസ് മേഖലയിൽ വിജയിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ സീരിയസ് ആയത്. കാരണം എനിക്ക് ഒരു വരുമാനം കിട്ടുന്നതിലുപരി ഈ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുള്ള ആളുകൾ ഫിജിക്കാർഡ് എന്നുള്ള അവസരത്തിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട്, കാരണം ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല, കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ആകെ 8 വർഷം ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ കോടികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആൾ ഫിജിക്കാർഡിൽ വന്നു, അല്ലെങ്കിൽ ഫിജിക്കാർഡിലൂടെ എങ്ങനെ ഇത് നേടിയെടുക്കുന്നു, ഇത് എന്താണ് ഈ ബിസിനസ്സിന്റെ പ്രത്യേകത, എത്രയും ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത്രയും വലിയ വരുമാനത്തേക്കൊക്കെ എത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചത് ഈ കമ്പനിയിലെ എന്താ വർക്ക് ചെയ്ത ഒരുപാട് ലീഡേഴ്സിന്, വർക്ക് ചെയ്ത് വരുമാനം നേടിയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സിനെ പഠിക്കാൻ ശ്രമിച്ച സമയത്താണ്. അപ്പോൾ ഇവർക്കൊക്കെ പ്രത്യേകിച്ച് എന്താണ് ഗുണം, അല്ലെങ്കിൽ എന്തായിരുന്നു മാറ്റം, സാധാരണ ഒരു ബിസിനസ് വ്യത്യസ്തമായിട്ട് ഫിജിക്കാർഡ്.com എന്തായിരുന്നു മാറ്റം, എങ്ങനെയാണ് ഇവർക്ക് വിജയിക്കാൻ കഴിയുന്നത്, ഈ ചോദ്യം നമ്മൾ ചോദിച്ച സമയത്ത് പല ലീഡേഴ്സിൻ്റെയും എന്താ പറയുക സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി ഇവർക്ക് പൊതുവായിട്ട് കുറച്ച് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ ഗുണങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്കും വിജയിക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇതൊരു വ്യക്തിക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കും പറ്റുന്നതാണ്. കാരണം കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സ്കൂളിലും കോളേജിലൊക്കെ ഏതെങ്കിലും ഒരു കാര്യം, അതായത് ഒരു വ്യക്തി എഴുതിയ ഉത്തരം അതുപോലെ തന്നെ നമ്മൾ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് കോപ്പിഡി എന്നാണ് പറയുന്നതെങ്കിൽ, ഫിജിക്കാർഡ് എന്നുള്ള ബിസിനസ്സിൽ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയെ നമ്മൾ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് എന്താ പറയുക പറ്റാത്തൊരു കാര്യമായിട്ട്, അതൊരു സിസ്റ്റമായിട്ട് ആ വിജയിച്ച വ്യക്തിയെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും വിജയിക്കാം എന്നുള്ളത് വേണ്ടത്. മനസ്സിലാക്കിയത് ഇത് മാർക്കറ്റിങ്ങിന്റെ ഒരു കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഫിജിക്കാർഡ് ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആദ്യം വന്ന കമ്പനി അല്ല. പക്ഷെ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം 2018 ഇതിന്റെ കൃത്യമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും വന്നതിന് ശേഷം ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. കാരണം 2010 കാലഘട്ടങ്ങളിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള മേഖല ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം പ്രൊഡക്റ്റോ സർവീസോ കൃത്യമായിട്ട് ഇല്ലാത്ത കമ്പനികൾ ഈ മേഖലയിൽ വന്ന് ഒരു മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ബിസിനസ്സിനെ മോശമായിട്ട് ചിത്രീകരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പോലും, നല്ല പ്രൊഡക്റ്റും നല്ല സർവീസും കൊടുക്കുന്ന കമ്പനികൾക്ക് പോലും ഈ മേഖലയിൽ നിലനിന്ന് പോകാൻ പറ്റാത്ത സാഹചര്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ കടന്നു പോയപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ മുഖം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ വലിയ മോശമായിട്ട് ചിത്രീകരിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഗവൺമെന്റ് 2010 ഈ മേഖല തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, ഈ മേഖല ഇങ്ങനെ പ്രവർത്തിച്ച് ശരിയാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസും നിയമങ്ങളൊക്കെ വരുന്നത് വരെ ഈ മേഖലയ്ക്ക് എന്താ പറയുക പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ദെൻ ഡയറക്ട് സെല്ലിംഗ്, അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയാൻ പോലും മടിച്ചിരുന്ന കാലം, അങ്ങനെ പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈ ബിസിനസ് നിന്ന പല കമ്പനികളും ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള പേരിൽ മാത്രമാണ് അറിയപ്പെട്ടത്. ഡയറക്ട് സെല്ലിംഗ് നിരക്കല്ലാത്ത കച്ചവടം, മറ്റേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ്. പക്ഷേ 2016 സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ്ലൈൻസ് വരികയുണ്ടായി, ഈ മേഖല ഇന്ത്യയിൽ നിയമപരമായിട്ട് മാറ്റണം, ഈ മേഖലയിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലയാണ്, ഇതിലെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അത് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു 2016 സെൻട്രൽ ഗവൺമെന്റ് ഗൈഡൻസിൽ. അതിനുശേഷം ഏകദേശം 2 വർഷക്കാലം ഈ മേഖല എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കേണ്ടത് മനസ്സിലാക്കണം, ആ രീതിയിൽ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള അവബോധത്തോട് ഗവൺമെന്റ് ഗൈഡ്ലൈൻസ് ഉണ്ടാക്കി 2018 അത് പബ്ലിഷ് ചെയ്യുന്നുണ്ടായി. 2018 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഗൈഡ്ലൈൻസ്. അതിനുശേഷമാണ് നമ്മൾ ഫിജിക്കാർഡ് എന്നുള്ള കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പം ഈ എന്താ പറയാ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ള മേഖല
ഇവിടെ മാറ്റങ്ങൾ വന്നതിന് ശേഷം നിയമം അതിൻ്റെതായ രീതിയിൽ എത്തിയതിനു ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഫിജികാർഡ് എന്നുള്ളത്. അപ്പൊ മുമ്പുണ്ടായിരുന്ന മൾട്ടി മാർക്കറ്റിംഗ് കമ്പനികളിൽ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഉണ്ടായിരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റിയിട്ട് ഗവൺമെന്റ് ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, ഗവൺമെന്റ് എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഫിജികാർഡ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടിസ്ഥാനപരമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേൾക്കുമ്പം ആളുകൾ നെറ്റി ചുളിക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ബേസ് അറിഞ്ഞ് സംസാരിക്കാൻ പഠിക്കണം. കുറെ ആളുകൾ ഇപ്പം ഏറ്റവും അധികം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്, ഇത് മറ്റുള്ളവരേക്ക് എത്തിക്കുന്ന സമയത്ത് മൾട്ടി മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് അല്ലേ, ഞങ്ങൾക്കറിയാം ഇതുപോലത്തെ ഒരുപാട് കമ്പനികൾ മുമ്പ് വന്നിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇപ്പോഴാണോ കേൾക്കുന്നത്, ഇതിൽ നമ്മളോട് സംസാരിക്കാൻ സാഹചര്യങ്ങളൊക്കെ വരും. പക്ഷെ അവർ ഈ മേഖലയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. അപ്പൊ അവർ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചു ചോദിക്കാൻ തയ്യാറാവുക. മൾട്ടി മാർക്കറ്റിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞുള്ള കാര്യം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയോ? ഇതിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ഇന്ന് 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിലേക്ക് ഈ മേഖല മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ട് 2025 ഫെബ്രുവരി 19 ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല കമ്പനികളെ ലിസ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനം ഗവൺമെന്റ് വെബ്സൈറ്റ് അടക്കം തുടങ്ങിയിട്ട് ആ കമ്പനികളെ ലിസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഈ മേഖല പ്രോത്സാഹിപ്പിക്കും. പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നിൽക്കുവാണോ? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ആ തെറ്റിദ്ധാരണ മാറി ഈ മേഖലയെക്കുറിച്ച് മനസ്സിലാക്കാൻ, എന്താണ് ഫിജികാർഡ് എന്നുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈ ഒരു മേഖല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നതിലാണ് ഈ ബിസിനസ് കിടക്കുന്നത്. ഫിജികാർഡ് പല ആളുകളും കേട്ടിട്ടുണ്ട്, പല ആളുകളോടും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലും എന്താ പറയാ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെ ആ പരിചയപ്പെടുത്തിയ ആൾ അല്ലെങ്കിൽ ആ ഒരു മേഖലയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന അവരെങ്ങനെയാണോ കേട്ടിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവർ ഈ ബിസിനസ് മനസ്സിലാക്കുക. അപ്പം നിങ്ങളെന്ന വ്യക്തി പ്രോപ്പറായിട്ട് ഈ ബിസിനസ്സിനെ പരിചയപ്പെടുത്താൻ തയ്യാറാകുമ്പം അവിടെ നിന്നൊരു വ്യത്യസ്തത കൊടുക്കുന്ന സമയത്താണ് ഫിജികാർഡ് എന്നുള്ള ബിസിനസ് അവർക്ക് വേണ്ടപ്പെട്ടതാവുന്ന അവർ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആളുകളാണ് ഈ ബിസിനസിന്റെ മുഖം വ്യക്തമാക്കി സംസാരിക്കുന്നതെങ്കിൽ മറ്റാരും പറയാത്ത രീതിയിൽ ഈ ബിസിനസ് പറയാൻ പറ്റുന്ന ഒരു പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇ കൊമേഴ്സോടെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഫിജികാർഡ്.com വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇ കൊമേഴ്സ് അധികം ആളുകളും കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. ഇ കൊമേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ കമ്പനി. പക്ഷെ ഇ കൊമേഴ്സിന്റെ ഒരു പ്രാധാന്യം എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരുപാട് വർഷക്കാലമൊന്നും ആയിട്ടില്ല ഈ ബിസിനസ് മേഖല ഇന്ത്യയിൽ തഴിച്ചു വെള്ളാൻ തുടങ്ങിയിട്ട്. കാരണം ഫ്ലിപ്കാർട്ടും ആമസോണും പോലുള്ള കമ്പനികളൊക്കെ നമ്മുടെ ഇടയിലേക്ക് എത്തിയിട്ട് അധികമായിട്ടില്ല. മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായി എന്ന് പറയുന്ന സമയത്തും ഇവിടെ നമ്മളെ ഇതിൽ വ്യാപകമായിട്ട് നമുക്ക് ഇ കൊമേഴ്സ് എന്നുള്ള ഒരു മേഖലയെ ആളുകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ട് അധികകാലം ആയിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ മേഖല വലിയ ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇ കൊമേഴ്സിൽ ക്വിക്ക് കൊമേഴ്സ് എന്നുള്ള ഇതിൽ, അതായത് ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റിൽ എത്തിക്കുന്ന രീതിയിലേക്ക് പോലും ഇ കൊമേഴ്സ് വളർന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ മേഖലയോടെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഫിജികാർഡ്.com വർക്ക് ചെയ്യുന്നത്. ഫിജികാർഡ് എന്നുള്ള ബിസിനസ് വെറും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി അല്ല, ഇത് ഇ കൊമേഴ്സോടെ കണക്റ്റഡ് ആയിട്ടാണ് ഈ ബിസിനസ് മുൻപോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മൾ ആദ്യം മാറ്റം വരുത്തേണ്ടത്. മുമ്പുണ്ടായിരുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫിജികാർഡിൽ എന്താണ് വ്യത്യസ്തമുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫിജികാർഡിന്റെ ഏറ്റവും വലിയ സവിശേഷത ആദ്യമായിട്ട് ഫിജിറ്റൽ ഇ കൊമേഴ്സ്, അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന അവസരമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ അവതരിപ്പിച്ച ആദ്യത്തെ കമ്പനിയാണ്. അങ്ങനെ ഒരു കാര്യം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ആദ്യത്തെ കമ്പനിയാണ് ഫിജികാർഡ്.com. അപ്പം ഫിജിറ്റൽ എന്നൊരു വാക്കിൽ നിന്ന് തന്നെ നമുക്കൊരു വ്യത്യസ്തത കണ്ടെത്തി സംസാരിക്കാൻ പറ്റും. മുമ്പുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഒന്നും ഇ കൊമേഴ്സിലൂടെ അല്ല വന്നിട്ടുള്ളത്, ഇ കൊമേഴ്സിലൂടെ അല്ല ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കമ്പനി നമ്മളൊരു പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുന്നത് ഫുള്ളായിട്ട് ഇ കൊമേഴ്സ് രീതിയിലാണ്. പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാനാണെങ്കിൽ ശരി, നമുക്ക് അതിനുള്ള സംവിധാനം ഉണ്ട്. ഇനി ഒരു ഷോപ്പിൽ പോയിട്ടാണ് പ്രൊഡക്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാം. അപ്പൊ ഇവിടെ തന്നെ നമുക്കൊരു വ്യത്യസ്തത ഉണ്ട്. ബട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി വ്യത്യസ്തമായിട്ട് ഫിജികാർഡ്.comന്റെ ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ ബിസിനസ്സിനെ അവതരിപ്പിക്കാൻ പറ്റണം. അപ്പം എവിടെയാണ്
ആണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് ഫിജിക്കാർട്ട് എന്നുള്ള മുമ്പുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി പോലെ അല്ല. പക്ഷെ ഇനിയൊരു പക്ഷേ ചില ആളുകൾക്ക് ഫിജിക്കാർട്ട് ചെയ്ത് വിജയിച്ച ആളുകളെ അല്ലെങ്കിൽ അവർ വിജയിക്കാത്ത ആളുകളെ മാത്രം നോക്കിയിരിക്കുന്ന ആളുകളുണ്ടാവും. മീൻസ് നമ്മുടെ കാഴ്ചപ്പാടാണ്. ചിലപ്പോൾ ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ വിജയിച്ച ആളുകളെ നോക്കുന്നതിന് പകരം ഫിജിക്കാർട്ടിൽ വന്ന് വെറുതെ നോക്കി നിന്ന് കുറച്ച് ദിവസം നോക്കി അല്ലെങ്കിൽ ഒരു മാസം 2 മാസം ട്രൈ ചെയ്തു ഈ ബിസിനസ് കിട്ടുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബിസിനസ് അല്ല ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്ത് നമ്മൾ ഇതിന് വേണ്ട കുറച്ച് സവിശേഷമായ ഗുണങ്ങളുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഒരാളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, ഒരാളോട് എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കരുത്, നമ്മൾ ഈ ബിസിനസ്സിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, പ്രോപ്പറായിട്ട് ഈ ബിസിനസ്സിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആളെ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വലിയ കാര്യങ്ങൾ പറയുന്നതിലല്ല, ചെറിയ വാക്കുകളിലൂടെ നമ്മൾ ഈ ബിസിനസ്സിനെ അവർ കമ്പനിയുടെ പ്ലാൻ കൊടുക്കാനുള്ള, ഒരിക്കലും നേരിട്ട് പോയിട്ട് പ്ലാൻ കൊടുക്കാൻ ഒറ്റയടിക്ക് നമുക്ക് പറ്റണമെന്നില്ല. കാരണം ഇന്ന് ജോയിൻ ചെയ്ത ഒരു വ്യക്തി നാളെ തന്നെ ഈ ബിസിനസ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ടാവാം. ഈ ബിസിനസ് മനസ്സിലാക്കി സംസാരിക്കാനുള്ള ഒരു അറിവോ കഴിവോ ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ അതിന് മുകളിൽ ഈ ബിസിനസ്സിന്റെ പ്ലാൻ കൃത്യമായിട്ട് അറിയുന്ന ഒരു ലീഡർ ഉണ്ടാവും. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ എപ്പോഴും നമ്മളൊക്കെ ഒരു ടീം സപ്പോർട്ടിങ് സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ സിസ്റ്റത്തെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ജിൻ സാർ ആദ്യം പറഞ്ഞ പോലെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വന്നിട്ട്, ലിസ്റ്റ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ആളാണ് ഈ ബിസിനസ്സിലേക്ക് വരിക, അവർ സംസാരിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ആളാണ്, അവർ വന്നു കഴിഞ്ഞാൽ ലിസ്റ്റ് നമ്മൾ എഴുതി വെക്കുക അല്ല വേണ്ടത്. നമ്മൾ അറിയുന്ന ആളുകൾ ലിസ്റ്റ് എഴുതാം, പക്ഷെ അതിൽ മുൻവിധിയൊന്നും ഇല്ലാതെ ആളുകളുടെ പേര് നമ്മൾ എഴുതി തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു 100-200 കോണ്ടാക്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു 2000-ന് മുകളിൽ കോണ്ടാക്ട് അവർക്ക് പേഴ്സണലി അറിയുന്ന ആളുകളുണ്ടാവും. ഇത് എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ അറിയുന്ന കോണ്ടാക്റ്റുകൾ എത്രത്തോളം ഉണ്ടാവും. സ്കൂളിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കോണ്ടാക്റ്റുകൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സ്കൂൾ കാലഘട്ടം തൊട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എഴുതി വെക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേര് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുമ്പോൾ അവരെ കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളും അവരുടെ രീതികളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ എഴുതി തുടങ്ങുമ്പം നമ്മൾ അറിയില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ മറന്നു പോയിട്ടുള്ള നമുക്ക് ഓർമ്മയില്ലാത്ത ആളുകളുടെ പേര് ഉൾപ്പെടെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അപ്പൊ അവരെ പേരൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഇവരെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഒരു റാൻഡം ലിസ്റ്റ് കുറച്ച് ആളുകൾ നമ്മൾ ഈ ബിസിനസ് വരാൻ ചാൻസ് ഉള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ലിസ്റ്റ് എഴുതുന്നത്, അല്ലാതെ അവരെ ആദ്യം തന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഈ ലിസ്റ്റ് ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. ഈ ബിസിനസിന്റെ അടിസ്ഥാനപരമായിട്ട് രീതിയാണ് ഈ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അവിടെ ലിസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റും കൂടെ ചെയ്യാൻ അതിന്റെ ഫോർമാറ്റ് ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ലീഡേഴ്സിന് അടുത്ത് ചോദിക്കുക, ലിസ്റ്റിന്റെയും ഷോർട്ട് ലിസ്റ്റിന്റെയും ഫോർമാറ്റ് ചോദിച്ച് നിങ്ങൾ വാങ്ങിച്ചെടുക്കുക. ദെൻ അതിനകത്ത് ഒരു 6-7 കോളങ്ങൾ ഉണ്ടാവും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ബിസിനസ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളെ ഒരു ലിസ്റ്റിംഗ് ആണ്. അപ്പൊ ആരെങ്കിലും എങ്ങനെയെങ്കിലും വിളിക്കുന്നതിന് പകരം അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഏറ്റവും നമ്മൾ അറിയുന്ന, നമ്മുടെ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന നല്ല കോണ്ടാക്റ്റുകൾ ഉണ്ടാവും. അവരിൽ ഏറ്റവും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾ, ബിസിനസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്നൊന്നുമില്ല, അവർക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയോട് ഈ ബിസിനസിന്റെ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഓക്കെ നമുക്കിത് ചെയ്യാൻ കാഴ്ചകളുണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ രീതിയാണ്. അപ്പൊ ഇവിടെ ഒരു 9 ലക്ഷം രൂപ പ്രതിമാസം കിട്ടും, 9 ലക്ഷം ഡെയിലി 30,000 വരെ വാങ്ങിച്ചെടുക്കാം ഈ ബിസിനസ്സിലൂടെ എന്ന് പറയുന്ന സമയത്ത് പല ആളുകൾക്കും അതിലൊരു വിശ്വാസക്കുറവുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതില്ല, എനിക്ക് അറിയുന്ന കുറച്ച് ആളെടുത്ത് ഞാനത് പറഞ്ഞു നോക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടിലാണ് ആദ്യം നമ്മൾ ഈ ബിസിനസ് സംസാരിക്കുക. അപ്പൊ അതിലൊരു മിസ്റ്റേക്ക് പറ്റാം. നിങ്ങൾ ഏറ്റവും ക്യാഷ് ഉള്ള ആളാണ് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക സംസാരിക്കാൻ കഴിവുള്ള ആളാണ്, അയാളോട് തന്നെ ഇത് പറഞ്ഞേക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ പറയാം. പക്ഷെ അവർ ആവശ്യക്കാരാവണമെന്നില്ല. അപ്പൊ ആവശ്യക്കാരും ഈ ബിസിനസ്സിൽ അത്യാവശ്യക്കാരും ഉണ്ട്. അത്യാവശ്യക്കാരിലേക്ക് നമ്മൾ എത്തുന്ന സമയത്തായിരിക്കും ഇത് മുമ്പേ പറഞ്ഞില്ലായിരുന്നു എന്നുള്ള ചോദ്യം അവരിൽ നിന്ന് വരിക. ആ സമയത്തായിരിക്കും നമ്മൾ വിചാരിക്കും പറയാമായിരുന്നല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ലിസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ലിസ്റ്റ് കൃത്യമായിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അവരെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, ഫിസിക്കലായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് നേരിട്ട് ഈ ബിസിനസ് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ലീഡറോടൊപ്പം നമുക്ക് നേരിട്ട് പോകാവുന്ന ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാം.
അതല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് നമുക്ക് ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്താം. ഡിജിറ്റൽ സൂം മീറ്റിങ്ങിലൂടെയൊക്കെ നമുക്ക് ചെയ്യാം. ഡിജിറ്റലായിട്ട് അവസരം പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഈ അറ്റൻഡ് ചെയ്യുന്ന സൂം മീറ്റിംഗ് വൈകിട്ട് കമ്പനിയുടെ BOP ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം പ്രസന്റേഷൻ നടക്കുന്നുണ്ട്. ആ സമയം നമ്മളിപ്പം കൃത്യമായിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും വരുന്നുണ്ട്. ഇത്തരം പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും കാണാം. ഇത് നമ്മൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല, ഇത് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. അവർ ഈ ബിസിനസിന്റെ അവസരം കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ BOP സഹായിക്കും. അതിന് ആകെ നമുക്ക് വേണ്ട നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഈ പറഞ്ഞ കാര്യം കേൾക്കാൻ തയ്യാറുള്ള കുറച്ച് ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം ആളുകളിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യണം. അവരുടെ അടുത്ത് നമ്മൾ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് ശേഷം നമ്മൾ പറയാം, ഞാനൊരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ സംബന്ധിച്ചോളം ഇത് ബെറ്റർ ആയിട്ട് തോന്നി, നല്ല രീതിയിൽ എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ നിന്നെ കൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇന്ന് കമ്പനിയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അത് വൈകിട്ട് 8 മണിക്കാണ്. ആ 8 മണി സമയത്ത് ഒന്ന് സൂമിലേക്ക് കയറുവാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ തോന്നിയേക്കാം, അതെൻ്റെ അടുത്ത് ചോദിക്കാം, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഈ മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഡിജിറ്റൽ ഇൻവിറ്റേഷൻ ആണ്. ഡിജിറ്റലായിട്ട് നമ്മുടെ സൂം മീറ്റിംഗിൽ ഇൻവിറ്റേഷൻ രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വിശേഷങ്ങൾ ഇപ്പോൾ ഒരാൾ വിളിച്ചു, സംസാരിച്ചു, ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷമാണ് നമ്മൾ പറയുന്നത്. ഇപ്പം എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം, മിക്കവാറും പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവാം, ആ കാറ്റഗറി വരുന്ന ആൾക്കാരാവാം. അപ്പം നമ്മൾ അവരോട് പറയേണ്ടത് ഇത്രേ ഉള്ളൂ, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഒരു ഇ-കൊമേഴ്സ് പ്രൊജക്ട്, ഞാൻ സാധാരണഗതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഒരു ഇ-കൊമേഴ്സ് പ്രൊജക്ട്. ബിസിനസ് ഞാൻ പറയാറില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള തോന്നൽ ആളുകൾക്ക് വരും. അതുകൊണ്ടാണ് നമ്മളത് പറയാതെ ഒരു ഇ-കൊമേഴ്സ് പ്രൊജക്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സാധ്യതയൊക്കെയുള്ള ഒരു മേഖലയാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ സാധ്യത മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് വൈകിട്ട് നടക്കുന്ന മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്ക്. എന്നിട്ട് അതിലുണ്ടാകുന്ന സംശയങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പം ഞാൻ ചെയ്യുന്നതുകൊണ്ട് നീ ചെയ്യണമെന്നില്ല, ഇത് കണ്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് കാണാൻ പറയുന്നത്. അപ്പൊ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇത്ര മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവിറ്റേഷൻ പൂർത്തിയായി. പക്ഷെ സാധാരണഗതിയിൽ അവിടുന്ന് ഒരു ചോദ്യം, എന്താണ് വർക്ക്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു നോർമലി പുതിയതായിട്ട് വന്ന ആളുകളെ സംബന്ധിച്ചോളം പറയാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പറയും, ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് എൻ്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെയാണ്, അത് ഇത് കണ്ടു കഴിഞ്ഞാൽ മതി എന്ന് പറയും. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ അവിടെ വെച്ച് പറയാൻ നിൽക്കണ്ട. അടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് കാണാൻ പറയണേ. ഒരു സിനിമ കാണാതെ ഇപ്പം ആ ഒരു ചോദ്യത്തിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ പറയണേ. ഇപ്പം നിങ്ങൾ ഒരു സിനിമ കാണാതെ അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്കത് ഫുള്ളായിട്ട് മനസ്സിലാവണമെന്നില്ല, സീൻ ബൈ സീനായിട്ടൊന്നും കാണുന്ന രീതിയിലൊന്നും പറഞ്ഞുതരാൻ പറ്റണമെന്നില്ല. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങൾ നിനക്ക് കൃത്യമായിട്ട് കിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു അവസരവും, ഇത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഓക്കെയാണ്, പക്ഷെ അത് നിനക്ക് ഓക്കെ ആവണമെന്നില്ല. നീ കണ്ടു കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ നിനക്ക് മനസ്സിലാവുക. അപ്പോൾ നിനക്ക് ഓക്കെ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റുന്ന സമയത്ത് 8 മണിക്കാണ്, 8 മണിക്ക് നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒന്ന് കയറി കണ്ടു നോക്ക്. അപ്പം നല്ലതാണ് എന്ന് നമ്മൾ തുറന്ന് പറയേണ്ട കാര്യമില്ല. പല ആളുകൾക്ക് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി അവസരമാണ്, കേൾക്കാം, ഭയങ്കരമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയോ ഒരു തോന്നലുണ്ടാവും, ഇത് എന്നെ പെടുത്താൻ വേണ്ടിയിട്ടാണ്, എന്നെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാം. പക്ഷെ നമ്മൾ പറയേണ്ടത്രേ ഉള്ളൂ, അടിപൊളിയായിട്ടുള്ള സംഗതിയാണെന്ന് പറയണ്ട, ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിനക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്നതുകൊണ്ട് നീ ചെയ്യണമെന്നില്ല. ഈ വാക്ക് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഇതിനകത്ത് ഒരു എന്താ പറയുക, ഒരാളെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ ഈ വാക്കിലുണ്ട്. ഇപ്പം ഞാൻ ഈ ബിസിനസ് പറഞ്ഞ സമയത്ത് പല ആളുകളോട് സംസാരിച്ച ആ ഒരു മീറ്റിംഗ് ഒന്നും കേറാൻ തയ്യാറാവാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട് മനസ്സിലാക്കേണ്ടതാണെന്നുള്ള ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യുന്നതുകൊണ്ട് നീ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. കാണാൻ വേണ്ടി മാത്രം പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ എന്തൊക്കെയോ ഇൻവിറ്റേഷൻസ് എൻ്റെ സംസാരത്തിൽ ഉണ്ടായ സമയത്ത് ആരും ഈ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ ഞാൻ വരുത്തി സംസാരിച്ച സമയത്ത് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആളുകൾ സമയം എത്ര മണിയാണെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഈ സമയത്ത് ഓക്കെ ഞാനത് കയറി കാണാമെന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഏറ്റവും അവസാനം നമ്മൾ ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ സാധ്യത നമ്മൾ അവരിലേക്ക് എത്തിക്കുന്നത് കമ്പനിയുടെ പ്ലാൻ കണ്ടതിന് ശേഷം മാത്രമാണ്. സാധ്യതയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സ് ആദ്യം പറഞ്ഞിട്ട് സിനിമ കാണാൻ പറയുന്ന പോലെ ആയിരിക്കും. അപ്പം പ്രൊഡക്റ്റ് വാങ്ങുന്ന കാര്യമൊന്നും നിങ്ങൾ അവസാനം മീൻസ് കമ്പനിയുടെ പ്ലാൻ കേട്ടതിന് ശേഷം മാത്രം പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനൊരു ഓർഡർ ഉണ്ട്. 1 by 1 ആയിട്ട് സെയിൽസ് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു പ്രൊഡക്റ്റ്, നിങ്ങളൊരു കടയിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം അവർ വിലയൊന്നും അല്ല പറയുക, ആ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് പറയും.
അതുണ്ടാകുന്ന ബെനിഫിറ്റ്സ് പറയും, അതിന്റെ ഗുണഗണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ചേട്ടാ ഇതിന് ഇത്രയാണ് വില എന്ന് പറയാം. നല്ല സെയിൽസ്മാൻ, നല്ല സെയിൽസ് നമ്മൾ അറിയുന്ന ഏത് ഷോപ്പിൽ പോയാലും ആദ്യം വിലയല്ല പറയുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സാധാരണ സെയിൽസ്മാൻ, അതായത് ഒരു കടയിൽ ട്രെയിൻഡ് അല്ലാത്ത ആളുകൾ ഉണ്ടാവും. അവർ ചിലപ്പോൾ ആദ്യം പറയും ചിലപ്പോൾ ഇത് 500 രൂപേൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 1000 രൂപേൻ്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാറുണ്ട്. അപ്പം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി പറഞ്ഞ് ഇതിനുള്ള മാറ്റം പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡിഫറൻസ് ആവുള്ളൂ. അതേപോലെ തന്നെയാണ് ഫിജികാർട്ടിന്റെ ഇൻവിറ്റേഷനിൽ നമ്മൾ ഒരു ഓർഡർ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ സെയിലിന്റെ ഏറ്റവും ഫസ്റ്റ് ഭാഗം പ്രോപ്പറായിട്ട് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ ബിസിനസ്സിലേക്ക് ഡിജിറ്റലായിട്ടാണ്, ഡിജിറ്റൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. ദെൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന കമ്പനിയുടെ പ്രസന്റേഷൻ കണ്ടതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി ഫിസിക്കലായിട്ടാണ്, നമ്മൾ നേരിട്ടാണ് ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്താൻ പോകുന്നതെങ്കിൽ നിങ്ങളൊരു ലീഡറെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പനിയുടെ പ്ലാൻ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി നമുക്ക് പറയാനുള്ളൊരു സമയം എത്തുമ്പോഴത്തേനും ചിലപ്പം കുറച്ച് സമയം എടുക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് ഈ ബിസിനസ് മനസ്സിലാക്കി കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം നമ്മുടെ ഉള്ളിൽ ഉള്ളൊരു സമയം ഫിജികാർട്ട് എന്നുള്ള ബിസിനസ്സിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ്, ബിസിനസ്സിന്റെ ഒരു ആവേശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ ആ ആവേശം നിലനിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഈ കാര്യം കേൾക്കുന്ന സമയത്ത് ഒരു തീഷ്ണത, ഒരു തീവ്രത നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജിൽ പോലും ഉണ്ടാവും. അപ്പോൾ ഒരു ആദ്യത്തെ 1 വീക്കിനുള്ളിൽ തന്നെ നമ്മൾ ഈ ലിസ്റ്റും ഉണ്ടാക്കി ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീഡറേയും കൂടെ ഉൾപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും സംസാരിക്കും. നിങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് പറയാം. ഈ ബിസിനസ്സിന്റെ സാധ്യതയോ കാര്യങ്ങളോ അല്ല നിങ്ങൾ ആദ്യം സംസാരിക്കേണ്ടത്. ഇത് ഒരു അവസരമാണ്. ഈ അവസരം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളൊന്ന് കേട്ടതിന് ശേഷം കണ്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ കമ്പനിയുടെ പ്ലാന് ഈ സാറ് പറഞ്ഞു തരും. ഈ സാർ ഇതിനു മുമ്പ് ഇന്ന മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അതിനുശേഷം ഇന്ന കമ്പനിയുടെ ഇന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ആളെ പൊസിഷൻ എന്താണോ അത് ഒന്ന് പരിചയപ്പെടുത്തുക. അതേ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫിസിക്കലായിട്ടുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബിസിനസ് അവസരം അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ലിസ്റ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്തറിയുന്ന കോൺടാക്റ്റുകളിൽ, ഹോട്ട് കോൺടാക്റ്റുകളിൽ പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകളെ കണ്ടെത്തി ഈ ബിസിനസ് കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാൻ കേൾക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് നെഗറ്റീവ് പറയില്ല. അത് ഞാൻ 100% ഗ്യാരണ്ടി പറയാം. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തി ഈ ബിസിനസ്സിന്റെ പ്ലാൻ കേട്ടിട്ട് നെഗറ്റീവ് പറയില്ല. കാരണം അവർ ഫുള്ളായിട്ട് കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നൽ, അറ്റ്ലീസ്റ്റ് ഒരു തോന്നലെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അവർ ആവശ്യക്കാരാവണം അല്ലെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ ഇങ്ങനൊന്നും അല്ല ഞാൻ പറയണേ. അവർക്ക് ഈ പ്ലാൻ കേട്ട് ഇത് കൊള്ളാലോ, കുഴപ്പമില്ല, ഇത് എനിക്ക് ചിന്ത അവരുടെ ഉള്ളിൽ വരാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചോളം ഇത് ഓക്കെയാണ്. അപ്പൊ എവിടെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പമാണ് ഈ ബിസിനസ് അവർ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ക്വാളിറ്റി അതിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ബിസിനസ്സിനോട് കീപ്പ് ചെയ്യുന്ന, ഈ ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന, ഈ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈ ബിസിനസ്സിലൂടെ ഞാൻ ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ റാങ്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിൽ ഈ കമ്പനിയുടെ 3ാമത്തെ റാങ്ക് എത്തിയ ഒരു പെർഫോമൻസ് ബോണസ് കിട്ടും. ഒരു 10,000 രൂപ നമുക്ക് മിനിമം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു റാങ്കാണ്. അപ്പോൾ ആ ഒരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഇത്ര കാലമാണ് സെറ്റ് ചെയ്തിട്ട് 3 മാസം അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് അത് എത്തണം എന്ന് വെച്ചിട്ടാണ് ഈ ബിസിനസ് വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ആളുകളോട് ഈ ബിസിനസ് സംസാരിക്കാൻ വേണ്ടി പോവാണ്. അവരൊക്കെ വരുന്നതിന് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസ് അവസരം നിന്നോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് നീ എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഡയറി ഉണ്ടാവും. അപ്പോൾ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതാതെ നല്ലൊരു ഡയറിയിൽ വേണം ഈ ലിസ്റ്റ് ഉണ്ടാക്കാൻ. ലിസ്റ്റ് ഒരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ എത്തി കാര്യങ്ങൾ സംസാരിച്ചു, അവരോട് സംസാരിച്ച ശേഷം നമ്മൾ ഓക്കെയാണ് ഈ ബിസിനസ് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് അവർ എത്തിക്കാൻ വേണ്ടി ഏറ്റവും അധികം ഉപകരിക്കുന്ന സംഗതിയാണ് നമ്മുടെ ഡയറി, നമ്മുടെ ലിസ്റ്റ്. ആ ഡയറി എടുത്ത് വെറുതെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അത് ഇത്രയും ആളുകളുടെ ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നൊരാളായിട്ടാണ് ഞാൻ നിന്നെ ചൂസ് ചെയ്തത്. ഇനി അവരുടെ മുമ്പിൽ നമ്മൾ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി നീ വന്നില്ലെങ്കിലും ഈ ബിസിനസ്സിൽ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ ലിസ്റ്റ് ഇത്രയും ആളുകൾ ഇനിയും എനിക്ക് ഈ അവസരം ഷെയർ ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ട്, വേണമെങ്കിൽ വന്നോ എന്ന് പറയാതെ പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഈ ലിസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് സംസാരിക്കുന്നത്. ലിസ്റ്റിന്റെ ഏറ്റവും വിശ്രമങ്ങളല്ല, ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതിങ്ങനെയാണ്, അതിനകത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള അവർ മനസ്സിലാക്കുക. അപ്പം ഒരു ബിസിനസ്സാണ് ഇതെന്നും ആ ബിസിനസ് അവസരത്തിലേക്ക് വരേണ്ടത് അയാളുടെ ഒരു ആവശ്യമാണെന്നും അയാൾക്ക് തോന്നിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ലിസ്റ്റിന് ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. കാരണം ലിസ്റ്റ് വെറുതെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടല്ല, അതൊരു ടൂളായിട്ട് കൂടെ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ബിസിനസ് സംസാരിക്കുന്നത്. അപ്പം പല ലീഡേഴ്സും പറഞ്ഞിട്ടുണ്ടാവും ലിസ്റ്റ് ഉണ്ടാക്കണം, ലിസ്റ്റ് നിങ്ങൾ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് നമ്മളൊരു പ്രിപ്പറേഷൻ അവിടെ കാര്യങ്ങൾ ചെയ്യുകയാണ്, നമ്മൾ പ്രിപ്പയർഡ് ആണ് ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും മാറാനൊക്കെ തയ്യാറായതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ലിസ്റ്റ് എന്ന് അയാളുടെ അടുത്ത് നമ്മൾ പറയാതെ പറയുകയാണ്, ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇയാളോടൊപ്പം നിന്നാൽ വിജയിക്കും എന്നുള്ള തോന്നലാണ് നമ്മൾ പ്ലാൻ കൊടുത്ത ആൾക്ക് ഉണ്ടാവേണ്ടത്. ആ വ്യക്തി കേട്ട ഒരാൾ ഓക്കെ ഇവനിത് പൊളിക്കാനുള്ള പരിപാടിയാണ്, അപ്പോൾ ഇവനൊപ്പം നിന്നാൽ വിജയിക്കാൻ പറ്റും. അപ്പം നിന്നില്ലെങ്കിൽ എനിക്കാണ് നഷ്ടം എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. ഈ ബിസിനസ്സിന്റെ സാധ്യതയേക്കാൾ കൂടുതൽ എൻ്റെ സിസ്റ്ററും എൻ്റെ കസിൻസും ഒക്കെ ആയുള്ള ആളുകൾ ഈ ബിസിനസ് വിജയിച്ചു കഴിഞ്ഞാൽ അവര് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യത്തിലേ ഉള്ളൂ, ഇത് ഞങ്ങളെല്ലാം വിജയിക്കാൻ പോവുകയാണ്, ഈ ബിസിനസ്സിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യാൻ നിൽക്കുകയാണ്, അപ്പം ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഇവരെങ്ങാനും വിജയിച്ച് പോയിട്ടുണ്ടെങ്കിൽ, നമുക്കൊന്നും കിട്ടാതെ പോയെങ്കിലോ, പിന്നെ എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അത് നഷ്ടബോധം എൻ്റെ ഉള്ളിൽ അവർ ക്രിയേറ്റ് ചെയ്തു. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും നഷ്ടം എന്നുള്ള തോന്നൽ വന്നപ്പോഴാണ് ഓക്കെ നമുക്കിത് ചെയ്യാമെന്നുള്ള തീരുമാനം ഞാൻ എടുത്തത്. പല ആളുകളും പല രീതിയിലായിരിക്കും ബിസിനസ് വരിക. അപ്പൊ നിങ്ങളെന്ന വ്യക്തി ഈ ബിസിനസ് മനസ്സിലാക്കി ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരൊറ്റ ചെറിയ പോയിന്റ് ഞാൻ ഇത്രയധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ. കാരണം അവിടെയാണ് നമ്മുടെ ബിസിനസിന്റെ ബേസ് കിടക്കുന്നത്, അടിസ്ഥാനം കിടക്കുന്നത്. ആ ഫൗണ്ടേഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് അങ്ങ് വലിയ ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റും. എത്രത്തോളം പ്രാധാന്യം ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ആളുകളെ വിളിച്ച് അവർ പറഞ്ഞ നെഗറ്റീവ് കേട്ട സമയത്താണ് ഈ ബിസിനസ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. കാരണം കുറച്ച് ആളുകൾ, ഞാൻ ബിസിനസ്സുകാരനാണല്ലോ, ഓൾറെഡി ഒരു 10-17 വർഷമായിട്ട് മാർക്കറ്റിംഗ് ഉണ്ട്, ഒരു കമ്പനി തന്നെ 10 വർഷം വർക്ക് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഒരു 7 വർഷമായിട്ട് ആ ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട്, കുഴപ്പമില്ലാത്ത അത്യാവശ്യം സെയിലൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. എനിക്ക് ഇവരാരും പഠിപ്പിക്കേണ്ട, എനിക്ക് കാര്യങ്ങൾ അറിയാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോടുകൂടി ഈ ബിസിനസ്സിൽ സമീപിച്ച് ഈ ബിസിനസ്സിൽ കുറേ ആളുകളെ നെഗറ്റീവ് കേട്ട സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞ രീതികളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനൊന്നല്ല പറയേണ്ടത്, ഇതെന്തോ മാറ്റം വരുത്താനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മേഖലയെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തു. ഒരു 100 വീഡിയോസ് 1-2 ദിവസം കൊണ്ട് ഞാൻ കണ്ടു തീർത്തു. കാരണം കോവിഡിന്റെ കാലഘട്ടം തുടങ്ങണേ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വീഡിയോസ്, നമ്മുടെ പ്രോഗ്രാംസ്, കാര്യങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്ത സമയത്ത് ഇൻവിറ്റേഷൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ ഒക്കെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് 100 കണക്കിന് വീഡിയോസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇൻവിറ്റേഷൻ ആൻഡ് നെറ്റ്വർക്ക് എന്താണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10,000 രൂപ ജോലിക്ക് നിർത്തുന്ന ഒരു ഷോപ്പിൽ ഒരാളെ നിർത്തുവാണെങ്കിൽ പോലും ബേസിക് ആയിട്ട് ആ കടയിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ സമീപിക്കണം എന്നുള്ള, എങ്ങനെയാണ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ ഉടമസ്ഥൻ കൃത്യമായിട്ട് അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അയാൾക്ക് 10,000 രൂപയെ സാലറി ഉള്ളൂ എങ്കിൽ പോലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് പഠിപ്പിച്ചെടുത്തതിന് ശേഷമാണ് ആ സ്റ്റാഫിനെ അവിടെ പിടിച്ചു നിർത്തുള്ളൂ. നല്ല ഷോപ്പുകൾ കേട്ടോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കട തുടങ്ങി നമ്മളൊരാളെ പിടിച്ചു നിർത്തുക എന്നുള്ള ആ സമീപനമല്ല, നല്ല ഷോപ്പുകളിൽ ട്രെയിൻ ചെയ്തിട്ടേ ആളുകൾ നിർത്തുകയുള്ളൂ. ഇപ്പം ഞാൻ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2005 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ആദ്യത്തെ ഒരു മാസം ഒരു 10-20 ദിവസം എൻ്റെ സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ഒപ്പം ഫീൽഡ് വർക്ക് അവർ ട്രെയിനിങ് തന്നു. ഫീൽഡിൽ എങ്ങനെയാണ് ഈ ബിസിനസ് പരിചയപ്പെടുത്തേണ്ടത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ല, ഞാൻ അന്ന് റിലയൻസിൻ്റെ STD PCO മോണിറ്റേഴ്സ് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി, അതിന് ശേഷമാണ് ആ കമ്പനി തന്നെ ഫോട്ടോസായിട്ട് മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കമ്പനി. അപ്പോൾ അവർ ട്രെയിനിങ് തന്ന സമയത്താണ് ഇതിങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള ഐഡിയ കിട്ടി. പക്ഷേ ആ വർക്ക് ചെയ്തിട്ട് എനിക്കൊരു സിംഗിൾ ഓർഡറാണ്, ഒരു മാസം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു കോയിൻ ഫോണിൻ്റെ ഓർഡറാണ്. 4,500 രൂപ വിലയുള്ള ഒരു കോയിൻ ഫോണിൻ്റെ ഓർഡറാണ് എനിക്ക് കിട്ടിയെങ്കിൽ അടുത്ത മാസം ഞാനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. കമ്പനിയുടെ അതായത് റിലയൻസ് എന്ന കമ്പനിയുടെ ഒരു സീനിയർ മാർക്കറ്റിംഗിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി ആ മേഖലയിൽ ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് എനിക്ക് തരുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഇതിൽ കുറേ ആളുകൾക്ക് ട്രെയിനിങ് കിട്ടി. ആ ട്രെയിനിങ് ആണ് എൻ്റെ ലൈഫിൽ ഞാൻ സെയിൽസ്മാൻ ആയിട്ട് നിലനിൽക്കാനുള്ള കാരണം. ഞാൻ പറയുന്നത്രേ ഉള്ളൂ. മിസ്റ്റർ അജയ് പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. റിലയൻസിൻ്റെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ആ കാലഘട്ടത്തിൻ്റെ മാനേജറാണ്. ആള് നമുക്ക് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കാം എന്നുള്ള ട്രെയിനിങ് തന്ന സമയത്ത് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ചില കാര്യങ്ങൾ ഞാൻ പ്രാവർത്തികമാക്കിയ സമയത്ത് എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഞാൻ വിജയിക്കാൻ എന്താ പറയുക, ഇത് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലാത്ത ഞാൻ ഒരു 1,750 രൂപ സാലറി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരു മാസം 16,500 രൂപയ്ക്ക് ഇൻസെൻറ്റീവ് വാങ്ങിയ കാലമുണ്ട് അന്നത്തെ കാലത്ത്.
നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര മാറ്റം ട്രെയിനിങ്ങുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കും. കാരണം നിങ്ങൾ ആ വ്യക്തി വിജയിച്ച വഴി പറഞ്ഞു തന്നു, ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാം, ഇതാണ് ഇതിൻ്റെ രീതി, അതൊന്ന് അനുകരിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ട്രെയിനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആ വ്യക്തി സംസാരിക്കാൻ രീതി പറഞ്ഞു, ഇത് ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആകുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവാം. നിങ്ങളിങ്ങ് സംസാരിച്ച് നോക്കുമ്പം അതിനകത്തൊരു ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയാൽ ഓക്കെയാണ്, നമ്മൾ പറയുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങളങ്ങ് സമീപിക്കുക, കാര്യങ്ങൾ മാറ്റം ഉണ്ടാക്കുക. അപ്പം നിങ്ങളുടെ ഒരു സ്വഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫിജി ഗാർഡിൻ്റെ രീതിയിലേക്ക് മാറ്റിയെടുക്കുക. അതായത് പെരുമാറ്റം, സ്വഭാവം, രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ കാണിക്കാൻ